ഹലോ ചാമ്പ്യൻസ്. ഇന്ന് ഞാൻ നിങ്ങളിവിടെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നതല്ല, അതുക്കും മേലെയുള്ളൊരു സംഭവം. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് എന്ന് ചെയ്യുന്നൊരു കാര്യം ഏറ്റവും എൻജോയബിളായിട്ട് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ചെയ്യുന്നൊരവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയതാണ്. ഫ്ലോ സ്റ്റേറ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാം. നമ്മുടെ മെൻ്റൽ എനർജി 100% ചാർജിൽ ഹൈ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മറ്റെല്ലാം മറന്നുപോയി അതിലേക്ക് മാത്രം ഇൻവോൾവ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം. പലപ്പോഴും നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ പല കുട്ടികളും ഇത് കാണാറുണ്ട്. ആ ഫ്ലോ സ്റ്റേറ്റ് അവർക്ക് വലിയ ഉപകാരം ചെയ്യില്ലെങ്കിലും ഉപകാരം ചെയ്യുന്നൊരു ഫ്ലോ സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക, ആ കാര്യം ശരിയായ രീതിയിൽ അങ്ങോട്ട് ആത്മാർത്ഥമായി പഠിച്ച് അതിൽ തന്നെ മുഴുകിപ്പോകുന്നൊരു സ്റ്റേറ്റാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫ്ലോ എന്നൊരു പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ മനസ്സ് നിയന്ത്രിച്ചിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ആസ്വദിക്കാമെന്നുള്ളതാണ്. ഇത് കേവലം ഒരു പ്ലഷറല്ല, ഇത് കേവലം ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, മറിച്ച് അഗാധമായിട്ടുള്ളൊരു എൻജോയ്മെൻ്റാണ്. നമ്മുടെ ജീവിതം തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ പുറത്തെ സാഹചര്യങ്ങളല്ല. നമ്മുടെ സന്തോഷം നമ്മുടെ നിയന്ത്രണത്തിലാണ്. ജീവിതം തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഒരു റിമോട്ട് കൺട്രോളാണ്. നമ്മുടെ ജീവിതം ഒരു ടെലിവിഷൻ പോലെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താ പ്രശ്നം? നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും? മറ്റ് പലതിനും കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. ചിലർക്ക് മൊബൈൽ ഫോണായിരിക്കും, ചിലർക്ക് എന്തിനോടുള്ള ഭയമായിരിക്കും, ചിലർക്ക് മറ്റ് വ്യക്തികളായിരിക്കും. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോളല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ എന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് ആരുടെ കയ്യിലാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആരാണ് എൻ്റെ മനസ്സ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ? മൊബൈൽ ഫോണാണോ? 24 മണിക്കൂർ മൊബൈൽ ഫോൺ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരാ? എപ്പോഴും കയ്യിൽ ഇങ്ങനെ തോണ്ടി നിൽക്കുന്നവരാ? മൊബൈൽ ഫോണാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ? അവിടെ എഴുതി വെക്കുക. പേടിയാണോ? ചിലർക്ക് എക്സാമിനെ പേടി, മറ്റു പലതിനെയും പേടിയായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ മടിച്ചു നിൽക്കാറുണ്ട്. ഈ പേടിയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും സഹപാഠി, അല്ലെങ്കിൽ നിങ്ങളെ ലവർ, ഇതൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റ് കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരൊറ്റ ആൻസർ അവിടെ എഴുതി വെക്കുക. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയുക, പ്രവർത്തിക്കുക, അതാണ് നമുക്ക് വളർച്ച ഉണ്ടാക്കുക. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത് അത് പ്രവൃത്തിയുടെ പദത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവർക്കറിയാം പഠിക്കണം, നല്ല കറക്റ്റ് ഉറങ്ങണം, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലല്ലോ. എന്താ അർത്ഥം? നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഫിറ്റ്നസ് വീഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു, പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങളത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിറ്റ്നസ് കൈവരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് നമ്മൾ ആ ആപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഭക്ഷണം ആവശ്യത്തിനേ കഴിക്കാവുള്ളൂ, എന്നാലും നിങ്ങൾ 2-3 നേരം ബിരിയാണിയും മറ്റ് ബിസ്ക്കറ്റുകളും ഐസ്ക്രീമും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അറിവ് മാത്രം ഉണ്ടായാൽ പോലെ ഈ അറിവിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. ഇപ്പം നമ്മളെ ജീവിതത്തിലേക്ക് നോക്കാം. എനിക്കറിയാം ഇതിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന്, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം എന്താണുള്ളത്? പറ. നിങ്ങൾക്കറിയാം വ്യായാമം ചെയ്യണം. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വ്യായാമം ചെയ്തോ? ആക്ഷൻ കൊണ്ടുവന്നോ? അറിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നോ? സ്റ്റുഡൻസ്, അവർക്കറിയാം പഠിക്കണം, ഇന്നവർ റിവൈസ് ചെയ്തോ? ഉറങ്ങണമെന്ന് കറക്റ്റ് അറിയാം, എന്നിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ സമയത്തിന് കിടന്നുറങ്ങിയോ? അല്ലെ മൊബൈൽ ഫോണിൽ തോണ്ടിയിരിക്കുകയായിരുന്നോ? ഇങ്ങനെ ഉപയോഗിച്ചിരുന്നാൽ അത് ഡിസ്ട്രാക്ഷനാണെന്ന് നമുക്കറിയാം. ഇന്നലെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ടോ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ടോ നമ്മൾ വായിച്ചോ? ഒന്ന് എഴുതി വെക്കുക. അവിടെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്താലേ നമുക്ക്
ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള നമ്മൾ ഹീറോ ആക്കുന്ന ഫ്ലോ സ്റ്റേറ്റിലേക്ക് കാര്യത്തിലുള്ള ഫ്ലോ സ്റ്റേറ്റിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സൂപ്പർ പവർ എന്താണ്? അത് അറ്റൻഷനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സൈക്കിക് എനർജിയാണ് നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലിമിറ്റഡ് എനർജിയാണ് ഈ അറ്റൻഷൻ ഉള്ളത്. കുറേ നേരം നമ്മൾ അറ്റൻഷൻ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. കുറച്ച് സമയം മാത്രമേ അറ്റൻഷൻ കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ജീവിതത്തിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നിലേക്കായിരിക്കണം. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ശ്രദ്ധ ഓരോ ദിവസവും ഏതൊക്കെ കാര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓവർ തിങ്കിങ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അനാവശ്യമായി ചിന്തിച്ച് കൂട്ടുന്നതിലേക്കാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത്? ആനുകാലികമായി നടക്കുന്ന ഒരുപാട് വിവാദ വിഷയങ്ങളിലേക്കാണോ? അതോ നമ്മൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്കാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നതിലേക്കാണോ നമ്മൾ ശ്രദ്ധ പോകുന്നത്? നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത് അവിടെ നമ്മുടെ ജീവിതം വളരും. പലപ്പോഴും ഇന്നൊക്കെ ഇലക്ഷൻ്റെ ഒക്കെ സമയമാണ്. അപ്പോൾ നമ്മളൊക്കെ തലയിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകളാണെങ്കിൽ നമ്മുടെ ജീവിതം അസ്വസ്ഥമായ ചിന്തകളിലൂടെ അങ്ങോട്ട് വളർന്നു പോകും. എവിടെയാണ് നമ്മുടെ ശ്രദ്ധ, എങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഫോൺ നോക്കുമ്പം നമ്മളെന്തോ ചെറിയൊരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടേക്ക് നോക്കുക. അപ്പോഴേക്ക് നമ്മുടെ തലച്ചോറ് നമ്മളൊരു 3 മണിക്കൂറോളം അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഓരോ പോസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് നോക്കാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വിവാദ വിഷയം മുമ്പ് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ അനാവശ്യമായിട്ട് അതിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോയിട്ടുണ്ടാവും. നത്തിങ്. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫ്ലോ സ്റ്റേറ്റിലേക്ക്, ഒഴുകുന്ന ജീവിതം ഒഴുകി അങ്ങോട്ട് പോകുന്ന ഒരു ബാലൻസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകാം. ഫ്ലോ ഈസ് ഈക്വൽ ടു ബാലൻസ്. ഏതൊരവസ്ഥയിലാണ് നമുക്ക് ഈ ജീവിതം ഒഴുകി പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ ചലഞ്ച് നമ്മുടെ സ്കില്ലായി മാറുമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു എക്സാം പാസ്സാവണം എന്നുള്ള ഒരു ലക്ഷ്യം അവിടെ എടുക്കുകയാണ്. ഈ എക്സാമിന് വേണ്ടി ഞാൻ ഇങ്ങനെ എൻ്റെ ഓരോ സമയവും ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിച്ച് ഞാൻ ആ എക്സാമിൽ ഏറ്റവും വലിയൊരു റാങ്ക് ഹോൾഡർ ആവണമെന്നുള്ള ചലഞ്ച് നിങ്ങളെടുത്ത് അത് നിങ്ങൾ സ്കില്ലായി മാറുമ്പം ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ബോറാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണെങ്കിൽ അത് ഉത്കണ്ഠ ഉണ്ടാക്കും. അതിൻ്റെ നടുക്ക് വരുന്ന ഈ ബാലൻസ് സ്റ്റേറ്റിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നതെങ്കിൽ അതൊരു ഫ്ലോ സ്റ്റേറ്റിലൂടെ അങ്ങ് പോകും. നമ്മൾ ഒരു ബൈസിക്കിൾ ഓടിക്കുന്നത് പോലെ ഈ ബൈസിക്കിളിൻ്റെ ഒരു ബാലൻസ് തെറ്റിയാൽ നമ്മൾ അവിടെ വീഴും. മനസ്സിലല്ലേ? ഈ ഒരു ബാലൻസിലാണ് നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഒരു സ്കിൽ ചലഞ്ച് അല്ലേ? സ്കിൽ ഈസ് ഈക്വൽ ടു ചലഞ്ച്. നമ്മൾ ചലഞ്ച് എടുക്കാൻ പോവാണ്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ പഠനത്തിൻ്റെ ലെവൽ എത്രയാണ്? വളരെ മോശമാണോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് ഇങ്ങനെ ഉത്കണ്ഠ നിറഞ്ഞ് നിൽക്കുകയാണ്? നമ്മൾ തന്നെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പം നമ്മൾ അതിനോട് ചോദിക്കാം, നമ്മൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു സ്കില്ല് ഇൻക്രീസ് ചെയ്യണോ അതോ അതിനെക്കുറിച്ചുള്ള ചലഞ്ച് ഒന്ന് റിഡ്യൂസ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കുക. എന്നിട്ട് ഇപ്പോൾ ബാലൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ വല്ലാണ്ട് ഉത്കണ്ഠപ്പെട്ടിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലോ എന്നുള്ളത് ആലോചിച്ചിരിക്കുക. അതൊരു ബാലൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് നമ്മൾ എൻട്രി ആവുക. നമ്മുടെ മുമ്പിൽ ജീവിതം ഓരോരോ പ്രോബ്ലംസിന് എങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഈ പ്രോബ്ലംസിനെയൊക്കെ നമ്മളൊരു ഗെയിംസായിട്ട് പരിവർത്തനം ചെയ്യാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്കെപ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റിൽ നമ്മളല്ലേ കുട്ടികളൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ഫ്ലോ സ്റ്റേറ്റിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാൻ മോശമാണെന്നൊക്കെ പറയുന്ന കുട്ടികളുടെ യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് കാണുമെങ്കിൽ അവർ ഗെയിം കളിക്കുമ്പോൾ മുമ്പ് പോയിരുന്നാൽ മതി. ഒരുപാട് ജയിലിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മോചിതരായ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഗെയിമൊക്കെ കളിച്ച് അവർക്ക് പല പോയംസൊക്കെ മെമ്മറൈസ് ചെയ്യുന്ന സ്കില്ല് ഉണ്ടാക്കിയെടുക്കുകയും അവരൊന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിലൊക്കെ വളരെ എക്സ്പേർട്ടായത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്ങോട്ട് എന്തിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെന്താക്കും, നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്കും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗെയിമും എൻ്റർടൈൻമെൻറ്റും ഡീപ്പ് എൻജോയ്മെൻറ്റുമായിട്ട് മാറുക. ഇപ്പോൾ
ഇപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു വീഡിയോ ഗെയിം പോലെയാണ്. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെവലാണ്. ഇവിടെ ഇത് കളിക്കുന്ന പ്ലെയർ ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഒരു ആന്തരികമായിട്ടുള്ള ഒരു താളം, ഒരു ഹാർമണി ഡെവലപ്പ് ആവുന്ന എപ്പോഴാണ്? നമ്മളുടെ ഒരു അലൈൻമെൻറ്റ് ശരിയായി വരുമ്പോൾ എന്തൊക്കെ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ തോട്ട്സ്, അതിലുള്ള നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികൾ, ഇതിൻ്റെ ഒരു താളം ശരിയായി വരുന്ന സമയത്താണ് നമുക്ക് എന്താക്കാൻ പറ്റുക? നമുക്ക് നമ്മുടെ ഒരു ആന്തരിക സ്വസ്ഥത അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ഹാർമണി അല്ലെങ്കിൽ കൈവരിക്കാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മാച്ചായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതം കാമായിട്ട് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിനെക്കുറിച്ച് ചിന്തകളും അതിലൂടെ ഉണ്ടാകുന്ന വികാരങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന വിഷാദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഒക്കെ പ്രവൃത്തികളുമായിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിതം അങ്ങോട്ട് കുത്തുവാളെടുത്ത് പോവുകയും ചെയ്യും. പറഞ്ഞാൽ നമ്മൾ സ്വയം മാറാൻ വേണ്ടി തയ്യാറാവുക, ലോകത്ത് ഒരു പ്രശ്നക്കാരന് അതുപോലെ ഇല്ലാതാവും. മനസ്സിലായില്ലേ? സിലബസ് മാറ്റുന്നതിനല്ല ചേഞ്ച് തുടങ്ങുന്നത്, പക്ഷേ നമ്മൾ ഓരോരുത്തരിൽ നിന്നാണ്. ഓരോരുത്തരും ആ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ചെയ്യാം, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തിയ 1 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക, ഒരു ലക്ഷ്യം, അതോടുകൂടി നമ്മൾ നമ്മുടെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തും.